ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്നും അതിൻ്റെ പ്രോപ്പർട്ടീസ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് പ്രോബ്ലംസും ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്നുള്ളതാണ്. ഇമ്പൾസ് എന്ന് പറയുമ്പോൾ ഒരു വെരി ഹൈ ഫോഴ്സ്, ഒരു ഹൈ മാഗ്നിറ്റ്യൂഡ് ഫോഴ്സ് വരുന്ന ഒരു ഹൈ മാഗ്നിറ്റ്യൂഡ് ജസ്റ്റ് അപ്ലൈ ചെയ്യുക, അതിനെയാണ് ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇമ്പൾസ് ഫംഗ്ഷനെ അതിൻ്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ ഉണ്ട്, അതിനെ ഡിറാക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ അത് എന്താണെന്ന് ആദ്യം നോക്കാം. ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ഡെൽറ്റ എപ്സിലോൺ, സഫിക്സിൽ ഒരു എപ്സിലോൺ എന്ന് യൂസ് ചെയ്യുന്നു, ഓഫ് ടി മൈനസ് എ, ദാറ്റ് ഇസ് ഈക്വൽ ടു 1/epsilon where a less than t less than a plus epsilon, where epsilon is a small quantity and 0 otherwise. അല്ലാത്ത കേസിലൊക്കെ ഫംഗ്ഷൻ വാല്യൂ 0 എന്നാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഒരു ഹൈ മാഗ്നിറ്റ്യൂഡ് ഫോഴ്സ് നമ്മൾ എന്തിലെങ്കിലും അപ്ലൈ ചെയ്യുക, അതിനെയാണ് ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. റെപ്രസെൻ്റ് ചെയ്യുന്ന ഫംഗ്ഷനെ ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു, വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ഡെൽറ്റ എപ്സിലോൺ ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു 1/epsilon ഫോർ ടി ലൈങ് ബിറ്റ്വീൻ എ ആൻഡ് എ പ്ലസ് എപ്സിലോൺ. ആ എപ്സിലോൺ ഈസ് വെരി സ്മോൾ ആണ്. അപ്പോൾ എ ടു എ പ്ലസ് എപ്സിലോൺ എന്ന് പറയുമ്പം വെരി സ്മോൾ ഇൻസ്റ്റൻറ്റ് എന്ന മീനിങ് ആണ്. വെരി സ്മോൾ എന്നാണല്ലോ നമ്മൾ എപ്സിലോൺ യൂസ് ചെയ്യാറ്. അപ്പം ഒരു ഇൻസ്റ്റൻറ്റ്, ഒരു ഷോർട്ട് ഇൻസ്റ്റൻറ്റ് എന്നുള്ള മീനിങ് ആണ്. അല്ലാത്ത കേസിലൊക്കെ ഫംഗ്ഷൻ 0. ഇനി ഇതിൽ എപ്സിലോൺ ടെൻസ് ടു 0 എന്നാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. എപ്സിലോൺ ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ 1/0 എന്ന രൂപത്തിലേക്ക് പോകും, വാല്യൂ ഇൻഫിനിറ്റി എന്നാകും. ഇപ്പോൾ എപ്സിലോൺ ടെൻസ് ടു 0 എന്നാകുമ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടായിരുന്നേ. ഈ എപ്സിലോൺ ടെൻസ് ടു 0 എന്ന് വരുമ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് തന്നെ ആകും. ടി ലൈങ് ബിറ്റ്വീൻ എ ആൻഡ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഈക്വൽ ടു എ, എക്സാക്ട്ലി ടി ഈക്വൽ ടു എ എന്ന കേസാണ്. അപ്പോൾ എപ്സിലോൺ ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ്ലി ടി ഈക്വൽ ടു എ എന്നാകുന്നു. ബട്ട് ടി ഈക്വൽ ടു എ വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ ഈസ് ഇൻഫിനിറ്റി ആൻഡ് 0 എന്നായിട്ട് വരുന്നു. ഇൻഫിനിറ്റി എന്ന് വരുന്നത് ടി ഈക്വൽ ടു എയിൽ, 0 അതർവൈസ്. അതായത് ടി നോട്ട് ഈക്വൽ ടു എ, ടി ഈക്വൽ ടു എ ആകുമ്പോൾ ഇൻഫിനിറ്റി ആണ്. അതർവൈസ് എന്ന് പറയുമ്പോൾ ടി നോട്ട് ഈക്വൽ ടു എന്ന് എഴുതാം വെൻ എപ്സിലോൺ ടെൻസ് ടു 0. ഇങ്ങനെ വരുന്നു. ഇതിനെയാണ് നമ്മൾ ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്, യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. ഈ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ എഴുതി അതിൽ എപ്സിലോൺ ടെൻസ് ടു 0 എന്ന ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം കറസ്പോണ്ടിങ്ങിൽ കിട്ടുന്നതിനെയാണ് നമ്മൾ ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്, യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ നൊട്ടേഷൻ ഡെൽറ്റ ഓഫ് ടി മൈനസ് എ എന്നാക്കാം. ഡെൽറ്റ ഓഫ് ടി മൈനസ് എ, ദിസ് ഈസ് ദി യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. ഇവിടെ ഒരു ക്യാരക്ടറിസ്റ്റിക്, അതിൻ്റെ ഒരു പ്രോപ്പർട്ടി കൂടി ഉണ്ട്. അത് എന്താണെന്ന് നോക്കാം. ത്രൂ ഔട്ട് എ, വെൻ ടി ഈക്വൽ ടു എ, വാല്യൂ ഓഫ് ദിസ് ഇൻ്റഗ്രൽ ഫ്രം 0 to infinity ഡെൽറ്റ ടി മൈനസ് എ ഡി ടി ഈക്വൽ ടു 1. ഈ ഒരു പ്രോപ്പർട്ടിയോടും അവിടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് നോക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോം നോക്കാനായിട്ട് നമ്മൾ ഡെൽറ്റ എപ്സിലോൺ ടി മൈനസ് എ, നമ്മൾ ആദ്യം പറഞ്ഞ ആ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമിലേക്ക് എത്തുന്നത്.
അപ്പോൾ ഡെൽറ്റ എപ്സിലോൺ ഓഫ് ടി മൈനസ് എ അതിന് നമുക്ക് 1 എപ്സിലോൺ എന്നായിരുന്നല്ലോ അതിൻ്റെ വാല്യൂ. നേരത്തെ നമ്മൾ പറഞ്ഞതായിരുന്നു. ഇതാണ് 1 എപ്സിലോണും 0 ആണ് വാല്യൂ. ഇൻ ബിറ്റ്വീൻ എ ആൻഡ് എ പ്ലസ് എപ്സിലോൺ ആകുമ്പോൾ 1 എപ്സിലോൺ, അല്ലാത്ത കേസിലൊക്കെ 0. അപ്പോൾ ഇതിന് നമുക്ക് 1 എപ്സിലോൺ ഇൻറ്റു സം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, യൂണിറ്റ് ഫംഗ്ഷൻ്റെ ടേമിൽ എഴുതാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എപ്സിലോൺ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ മൈനസ് യു ഓഫ് ടി മൈനസ് എ മൈനസ് എപ്സിലോൺ. അപ്പം ശ്രദ്ധിക്കുക, എയും എ പ്ലസ് എപ്സിലോണും ആയിരുന്നു. 1 എപ്സിലോൺ എന്നാണ് ഫംഗ്ഷൻ്റെ വാല്യൂ. അതിനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനായിട്ട് നമ്മൾ എഴുതുമ്പോൾ ജസ്റ്റ് 1 എപ്സിലോൺ ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് യു ഓഫ് ടി മൈനസ് എ, ലോവർ ലിമിറ്റ് വെച്ചിട്ട് ആദ്യം യു ഓഫ് ടി മൈനസ് എ എന്ന് എഴുതുക, മൈനസ് യു ഓഫ് ടി മൈനസ് എ പ്ലസ് എപ്സിലോൺ, ടി മൈനസ് ഓഫ് എ പ്ലസ് എപ്സിലോൺ, അതാണ് ടി മൈനസ് എ മൈനസ് എപ്സിലോൺ എന്ന് നമ്മൾ എഴുതിയത്. ഇത് അപ്പം ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു, അതിനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നു. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് ഡെൽറ്റ എപ്സിലോൺ ഓഫ് ടി മൈനസ് എ, ദാറ്റ് ഇസ് ഈക്വൽ ടു 1 എപ്സിലോൺ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് എ മൈനസ് യു ഓഫ് ടി മൈനസ് എ മൈനസ് എപ്സിലോൺ എന്നെഴുതാം. 1 എപ്സിലോൺ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്, അത് ഔട്ട് സൈഡ് കീപ്പ് ചെയ്യാം. ഈ രണ്ടെണ്ണത്തിനും ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 എപ്സിലോൺ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് എ. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ കേസിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പം ഇ റേസ് ടു മൈനസ് എ എസ് ബൈ എസ് എന്നാണ്. അത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ 1 എപ്സിലോൺ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദിസ്, ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് എ എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ്, അതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് എ മൈനസ് എപ്സിലോൺ. ഇവിടെ ടി മൈനസ് ഓഫ് എ പ്ലസ് എപ്സിലോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ കേസിൽ എയുടെ സ്ഥാനത്ത് എ പ്ലസ് എപ്സിലോൺ എന്നായിരുന്നു മാത്രം. അത് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ റിസൾട്ടിലും യൂസ് ചെയ്യാം. അപ്പോൾ അത് ഇ റേസ് ടു മൈനസ് ഓഫ് എ പ്ലസ് എപ്സിലോൺ എസ് ഡിവൈഡഡ് ബൈ എസ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 1 എപ്സിലോൺ ഇൻറ്റു എസ്. എസ് കോമൺ ആണ്, ഡിനോമിനേറ്ററിൽ എസ് കോമൺ ആണ്, അത് ഔട്ട് സൈഡ് എഴുതാം. 1 എപ്സിലോൺ ഇൻറ്റു എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ എസ് മൈനസ് ഇ റേസ് ടു, ഇവിടെ നമുക്ക് ഈ എക്സ്പോണൻറ്റിൽ പവറിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എപ്സിലോൺ എസ് എന്ന് വരും, ഇൻറ്റു ഇ റേസ് ടു മൈനസ് എപ്സിലോൺ എസ് ഇങ്ങനെ എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു 1 എപ്സിലോൺ ഇൻറ്റു എസ്. ഇ റേസ് ടു മൈനസ് എ എസ് ഇപ്പോൾ കോമൺ ആണ് ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത്. ഇ റേസ് ടു മൈനസ് എ എസ് കോമൺ ആയിട്ട് എടുത്തു, ബാക്കി വരാം 1 മൈനസ് ഇവിടെ ഇ റേസ് ടു മൈനസ് എപ്സിലോൺ എസ്. ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതും. ദാറ്റ് ഇസ് ഈക്വൽ ടു that is equal to 1 epsilon into s into e raised to minus as. പിന്നെ ബ്രാക്കറ്റിനകത്ത് 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എപ്സിലോൺ എസ് എന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇമ്പൾസ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ്. ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ളത്. അത് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പം ഈ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എപ്സിലോൺ ടെൻസ് ടു 0 എന്ന കേസിലാണ് അത് ഇമ്പൾസ് ഫംഗ്ഷനായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ എപ്സിലോൺ ടെൻസ് ടു 0 എന്ന ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 വിൽ ഗെറ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്
പിന്നെ നമുക്ക് ഡെൽറ്റ ഓഫ് ടി മൈനസ് എന്ന് എഴുതാം. എപ്സിലോൺ ടെൻസ് ടു 0 എന്ന് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ഇമ്പൾസ് ഫംഗ്ഷനായി മാറുന്നു നമ്മൾ നേരത്തെ കണ്ടതാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഈ എപ്സിലോൺ എസ് എന്നുള്ളത് ഇങ്ങോട്ട് ഡിനോമിനേറ്ററിലേക്ക് മാറ്റി എഴുതാം. ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. എപ്സിലോൺ എസ് എന്നുള്ളത് ഇവിടുന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ടിട്ട്. പിന്നെ ഈ എപ്സിലോൺ ടെൻസ് ടു 0 എന്ന ലിമിറ്റിംഗ് കേസിൽ ഈ ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എപ്സിലോൺ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഉണ്ടാകും. ഇവിടെ നമ്മൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എപ്സിലോൺ എസ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ എസ്. ഇത് ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 എന്നാണ്. ഇതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പം റിസൾട്ടായിട്ട് വരുന്നത് ഇ റൈസ് ടു മൈനസ് എ എസ്. ദിസ് ഈസ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. L of delta of t minus a equal to e raised to minus as. അപ്പോൾ ഇതിൽ a equal to 0 എന്ന ഒരു പർട്ടിക്കുലർ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് ടി ഈക്വൽ ടു ഇ റൈസ് ടു 0 ദാറ്റ് ഈസ് 1 എന്ന് കിട്ടും. ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ്റെ കേസിൽ എ ഈക്വൽ ടു 0 ആകുന്ന സ്പെഷ്യൽ കേസാണ് ഡെൽറ്റ ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പം എ ഈക്വൽ ടു 0 ആകുമ്പം ഡെൽറ്റ ഓഫ് ടി എന്ന് കിട്ടുന്നു. അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1 എന്നായി. അപ്പം 1ൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ പറയേണ്ടത് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്നുള്ളതാണ് റിസൾട്ടായിട്ട് വരുന്നത്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്യാം. എൽ ഇൻവേഴ്സ് ഓഫ് 1 equal to delta of t. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇമ്പൾസ് ഫംഗ്ഷൻ്റെ കേസിൽ. ഇനി ഇമ്പൾസ് ഫംഗ്ഷൻ വരുന്ന ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്നൊരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എ ബീം ഹാസ് ഇറ്റ്സ് എൻഡ്സ് ക്ലാമ്പ് ചെയ്തിട്ടുണ്ട്, രണ്ട് എൻഡും, അറ്റ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു എൽ. എൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെങ്ത്താണ്. രണ്ട് അറ്റത്തും ക്ലാമ്പ് ചെയ്തിട്ടുള്ളൊരു ബീമാണെന്ന് അർത്ഥം. എ കോൺസെൻട്രേറ്റഡ് ലോഡ്, നെക്സ്റ്റ് സെൻറ്റൻസ് ആയിട്ട് എഴുതാം. എ കോൺസെൻട്രേറ്റഡ് ലോഡ്, ഒരു ലോഡ് അതിൽ അപ്ലൈ ചെയ്യാണ്. W acts vertically downwards at the point x equal to L by 2. At the point x equal to L by 2. L by 2 എന്ന് പറയുമ്പോൾ മൊത്തം ലെങ്ത് L ആണ് എന്ന് പറയുമ്പോൾ L by 2 എന്ന് പറയുന്ന പോയിൻ്റ് അതിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. അപ്പോൾ മിഡ് പോയിൻറ്റിൽ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഒരു വെയിറ്റ് അപ്ലൈ ചെയ്യുന്നു. ഫൈൻഡ് ദി റിസൾട്ടിംഗ് ഡിഫ്ലക്ഷൻ. ഫൈൻഡ് ദി റിസൾട്ടിംഗ് ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് y എന്താണെന്ന് കണ്ടുപിടിക്കുക. y മീൻസ് y ഓഫ് എക്സ് നമ്മൾ ഡിഫ്ലക്ഷനായിട്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏതായാലും ഈ കേസിൽ ഈ പ്രോബ്ലം ഗവേൺ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് എഴുതാം. ഓക്കെ, ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ എഴുതുമ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എഴുതേണ്ടത് ഫോർ ദി ഗിവൺ പ്രോബ്ലം. ജസ്റ്റ് ഈ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിയാൽ അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അല്ല എങ്കിൽ അത് ക്വസ്റ്റ്യനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, എങ്കിലേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ ഏതായാലും ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ദി ഗിവൺ പ്രോബ്ലം ഓഫ് ബീം ഈസ് ഗിവൺ ബൈ ഡി റൈസ് ടു 4y. ഫോർത്ത് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് കിട്ടുക. dx റൈസ് ടു 4 ദാറ്റ് ഇസ് ഈക്വൽ ടു w ഡിവൈഡഡ് ബൈ
EI into delta x minus L by 2. Delta of x minus L by 2 എന്നാണ് ശരി കറക്ഷൻ. നമ്മൾ ഡെൽറ്റ ഓഫ് ടി മൈനസ് എ എന്നൊക്കെ പറഞ്ഞ പോലെ ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് എൽ ബൈ 2. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇതിൽ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഇ എന്ന് പറയുമ്പോൾ അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് റിസൾട്ടിങ് ഡിഫ്ലക്ഷൻ ആയിരിക്കും. ഇതിൻ്റെ കാര്യങ്ങളൂടെ എഴുതി വെക്കുക. ഹിയർ y മീൻസ് y ഓഫ് എക്സ് ഈസ് ദി ഡിഫ്ലക്ഷൻ ഓഫ് ദി ബീം അറ്റ് എനി ഇൻസ്റ്റൻറ്റ് അല്ലെങ്കിൽ അറ്റ് എനി ലെങ്ത്ത് എക്സ് എന്നുള്ളതാണ്. y ഓഫ് 0 രണ്ടറ്റം ഫിക്സഡ് ആണ്, അതുകൊണ്ട് ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും. അതുപോലെ y ഓഫ് എല്ലും y ഡാഷ് ഓഫ് എല്ലും വെലോസിറ്റി ഒക്കെ 0 ആയിരിക്കും, രണ്ട് അറ്റം ഫിക്സഡ് ആയതുകൊണ്ട്. അതാണ് ഇനീഷ്യൽ കണ്ടീഷൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ആ ഇക്വേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. വിൽ ഗെറ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് d raised to 4y divided by dx raised to 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് fourth derivative of y, that is equal to w divided by ei into Laplace transform of delta of x minus L by 2, which implies fourth order derivative in the Laplace transform. നമ്മൾ നേരത്തെ nth ഓർഡറിൻ്റെ ജനറലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫോർത്ത് ഓർഡറാണ് വന്നത്. അപ്പോൾ അത് s raised to 4 into y bar. Y bar means Laplace transform of y of x minus s cube into y of 0 minus s square into y dash at 0 minus s into y double dash 0 minus y triple dash at 0. Y triple dash at 0. ലെഫ്റ്റ് സൈഡിൻ്റെ ഈ ഫോർത്ത് ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് 3 എഴുതിയത്. ദാറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ w ഡിവൈഡഡ് ബൈ ഇ ഐ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് എൽ ബൈ 2. ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് എൽ ബൈ 2 എന്നാണ്. നമുക്കറിയാം ഇമ്പൾസ് ഫംഗ്ഷൻ്റെ കേസിൽ ഡെൽറ്റ ഓഫ് ടി മൈനസ് എയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എ എസ് എന്നാണ്. ഇവിടെ ടിക്ക് പകരം എക്സ് ആണ് വേരിയബിൾ, എയുടെ സ്ഥാനത്തുള്ളത് എൽ ബൈ 2 ആണ്. അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇ റേസ് ടു മൈനസ് എ എസ് എന്നാണല്ലോ. അപ്പോൾ ഈ കേസിൽ എ എന്ന് പറയുന്നത് എൽ ബൈ 2 ആണ്. അപ്പോൾ ഇ റേസ് ടു എൽ ബൈ 2 എസ് എന്നെഴുതാം. മൈനസ് ഇ റേസ് ടു മൈനസ് എൽ ബൈ 2 എസ് ഓർ മൈനസ് എൽ എസ് ബൈ 2 എന്ന് റൈറ്റ് സൈഡിൽ കിട്ടുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ ഇവിടെ ഫോർത്ത് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് വൈ ഡാഷ് അറ്റ് 0, അതുപോലെ വൈ ഡബിൾ ഡാഷ് അറ്റ് 0, വൈ ട്രിപ്പിൾ ഡാഷ് അറ്റ് 0, അങ്ങനെ ആ 3 ഡെറിവേറ്റീവിൻ്റെയും വാല്യൂ 0 വാല്യൂ, അതുപോലെ വൈ ഓഫ് 0 ഉണ്ടാകും. അതെല്ലാം നമ്മൾക്ക് അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. തന്നിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഇവിടെ വൈ ഓഫ് 0, വൈ ഡാഷ് 0, അതുപോലെ അത് രണ്ടുമുണ്ട്. വൈ ഓഫ് 0യും വൈ ഡാഷ് ഓഫ് 0യും 0 ആണെന്നുണ്ട്. ഇനി നമുക്ക് വൈ ഡബിൾ ഡാഷ് അറ്റ് 0യും വൈ ട്രിപ്പിൾ ഡാഷ് അറ്റ് 0യും വേണം. അത് ഒന്നും ഇവിടെ പറയാത്തതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും രണ്ട് ആർബിട്രറി കോൺസ്റ്റൻസ് ആയിട്ട് എടുക്കാം. C1 C2 എന്നെഴുതാം. ദിസ് ഇംപ്ലൈസ് s raised to 4 into y bar മൈനസ് y of 0 ആയതുകൊണ്ട് ഈ ടേം 0 ആയിട്ട് പോകും. y of 0 is 0 എന്നുള്ളതാണ്. അതുപോലെ y ഡാഷ് ഓഫ് 0 ആണ്, ഈ ടേം 0 ആയിട്ട് പോകും. ബാക്കി വരിക മൈനസ് s ഇൻറ്റു y ഡബിൾ ഡാഷ് അറ്റ് 0 എന്നുണ്ട്. അതിന് നമ്മൾ
C1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. മൈനസ് y ട്രിപ്പിൾ ഡാഷ് അറ്റ് 0 അതിനെ C2 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു W ഡിവൈഡഡ് ബൈ EI ഇൻറ്റു e raised to minus L by 2s, where C1 is y double dash at 0 and C2 is y triple dash at 0. അത് ജസ്റ്റ് ഇതിൻ്റെ അടുത്ത് തന്നെ എഴുതി വെക്കുക. y double dash at 0 എന്ന് പറയുന്നത് C1 ഉം y triple dash at 0 എന്ന് പറയുന്നത് C2 ആയിട്ടും നമ്മൾ ഡിനോട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടുന്നു. അതിൽ നിന്ന് നമുക്ക് ഈ രൂപത്തിൽ എഴുതാം. which implies y bar equal to എന്ന് പറഞ്ഞ് എക്സ്പ്രഷനെ മാറ്റി എഴുതാം. y bar equal to C1 divided by S cube plus C2 divided by S power 4 plus W divided by A into e raised to minus L by 2s or minus LS by 2 divided by S raised to 4. ഇങ്ങനെ കിട്ടും. y bar equal to എന്ന് പറഞ്ഞ് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന എക്സ്പ്രഷൻ ഇതിൽ നിന്ന് ഈ രണ്ട് ടേം റൈറ്റിലേക്ക് എഴുതുക. ബാക്കിയുള്ളതിനെ y bar എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ എല്ലാറ്റിനെയും S raised to 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് y ആണ്. y മീൻസ് y ഓഫ് x വിച്ച് ഇസ് ദി ഡിഫ്ലക്ഷൻ. അപ്പം ടേക്കിംഗ് ഇൻവേഴ്സ് Laplace transform, we'll get y of x. y ബാറിൻ്റെ ഇൻവേഴ്സ് L ഇൻവേഴ്സ് ഓഫ് y ബാർ എന്ന് പറയുമ്പം അത് y of x ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഓരോ ടേം വൈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതണം. അപ്പം C1 കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഴുതേണ്ടത്. L ഇൻവേഴ്സ് ഓഫ് 1/s ക്യൂബ് 1/s ക്യൂബിൻ്റെ ഇൻവേഴ്സ് ദാറ്റ് ഈസ് x സ്ക്വയർ ബൈ 2 എന്ന് വരും. 2/s ക്യൂബ് എന്നായിരുന്നെങ്കിൽ x സ്ക്വയർ ആണ് അതിൻ്റെ ഇൻവേഴ്സ് വരിക. നമ്മൾ നേരത്തെ പഠിച്ചപ്പോഴൊക്കെ ടിയിലായിരുന്നു പഠിച്ചിരുന്നത്. ഇവിടെ ടിക്ക് പകരം x ആയതുകൊണ്ട് x സ്ക്വയർ എന്ന് എഴുതുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ളത് t സ്ക്വയർ എന്നായിരിക്കും. അപ്പോൾ അങ്ങനെ വേരിയബിൾ പ്രോബ്ലത്തിൽ വരുന്നതിനനുസരിച്ച് മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഏതായാലും 2/s ക്യൂബ് എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ്ങിൽ x സ്ക്വയർ എന്ന് എഴുതാമായിരുന്നു. പക്ഷേ ഇവിടെ 2 ഇല്ലാത്തതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, പ്ലസ് C2 ഇൻറ്റു അതുപോലെ 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ S raised to 4 എന്നായിരുന്നെങ്കിൽ നമുക്ക് x ക്യൂബ് എന്ന് എഴുതായിരുന്നു. ഇവിടെ ആ 3 ഫാക്ടോറിയൽ എന്ന് ഇല്ല, അതുകൊണ്ട് 3 ഫാക്ടോറിയൽ ഡിനോമിനേറ്ററിൽ കൊടുക്കുക. C2 ഇൻറ്റു x ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ 6. ഇവിടെ ശരിക്കും വരുന്നത് 2 ഫാക്ടോറിയൽ ആണ്. 2 ഫാക്ടോറിയൽ ഈസ് 2 ഇറ്റ് സെൽഫ് പ്ലസ് W ഡിവൈഡഡ് ബൈ EI ഇൻറ്റു ഇനി ഇത് നോക്കുക L ഇൻവേഴ്സ് ഓഫ് e raised to minus AS ഡിവൈഡഡ് ബൈ S raised to 4 എന്ന ഒരു ഫോമിലാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, നമ്മൾ നേരത്തെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ കൂടെ അത് ഒരു പ്രോബ്ലമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. e raised to minus AS ഇൻറ്റു phi of s എന്നാണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് f of t minus a ഇൻറ്റു u of t minus a ആണ്. ഇതാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിൽ നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഇൻവേഴ്സിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ phi of s എന്നുള്ളത് 1/s raised to 4 ആയിട്ട് എഴുതാം. e raised to minus as e raised to minus L by 2s എന്നാണ്. എയുടെ സ്ഥാനത്തുള്ളത് minus L by 2. phi of sൻ്റെ സ്ഥാനത്തുള്ളത് 1/s raised to 4. അതിൻ്റെ ഇൻവേഴ്സ് ആണ് കാണേണ്ടത്. ഇതാണ് റിസൾട്ട്. ഇതിൽ f of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ phi of sൻ്റെ ഇൻവേഴ്സ് ആണ്. അതിൽ ടിക്ക് t മൈനസ് എ എന്ന് റീപ്ലേസ് ചെയ്തിട്ട് ഒരു u of t മൈനസ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് പ്രോപ്പർട്ടി. ഇപ്പോൾ ഇവിടെ നമ്മൾ 1/s raised to 4ൻ്റെ ഇൻവേഴ്സ് ആദ്യം എന്താണെന്ന് നോക്കുക. 1/s raised to 4ൻ്റെ ഇൻവേഴ്സ് നമ്മൾ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. അത് x ക്യൂബ് ബൈ 6 ആണ്. x ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് x ക്യൂബ് ഡിവൈഡഡ് ബൈ 6. അതിൽ x മൈനസ് എന്ന് റീപ്ലേസ് ചെയ്യുക. ടി അല്ല, നമ്മുടെ കേസിൽ x ആണ്. ടിക്ക് പകരം x ആക്കി കൊടുക്കുക. അപ്പം x മൈനസ് L ബൈ 2 എന്ന് റീപ്ലേസ് ചെയ്യുക.
അപ്പോൾ കറസ്പോണ്ടിങ്ങിലി ഇവിടെ നമുക്ക് കിട്ടുന്നത് എക്സ് മൈനസ് എ, ദാറ്റ് ഈസ് എക്സ് മൈനസ് എൽ ബൈ ടു ക്യൂബ് ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു യു ഓഫ് എക്സ് മൈനസ് എൽ ബൈ ടു. ഇങ്ങനെയാണ് ഈ ടേമിൻ്റെ ഇൻവേഴ്സ് വരുന്നത്. എക്സ് മൈനസ് എൽ ബൈ ടു ക്യൂബ് ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു യു ഓഫ് എക്സ് മൈനസ് എൽ ബൈ ടു. ഇതാണ് നമ്മുടെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഇതിൽ C1 C2 ഉണ്ട്. അതിനായിട്ട് നമുക്ക് 2 കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ആദ്യ പ്രോബ്ലം ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കൂടെ തന്നിട്ടുള്ള കണ്ടീഷൻസ്, അത് രണ്ടും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ C1 C2 ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യുന്നു. ഇതിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ആ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷനോടും യൂസ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ദിസ് ഈക്വൽ ടു C1 എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് C2 എക്സ് ക്യൂബ് ബൈ 6 പ്ലസ് ഇങ്ങനെ എഴുതാം. അതുപോലെ അതിൻ്റെ താഴേക്ക് ഇങ്ങനെ എഴുതാം. C1 എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് C2 എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 6 പ്ലസ് W ഡിവൈഡഡ് ബൈ EI ഇൻറ്റു എക്സ് മൈനസ് എൽ ബൈ 2 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 6 അങ്ങനെ എഴുതാം. ഇതിന് റേഞ്ച് കൊടുക്കേണ്ടത് മൊത്തം നമ്മുടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതലാണ്. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എൽ ബൈ 2 എന്ന് കൊടുക്കുക. ഇതിൽ എൽ ബൈ 2 മുതൽ ടോട്ടൽ ലെങ്ത് എൽ വരെ. അപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഫംഗ്ഷൻ എഴുതാം എന്നുള്ളതാണ്. 0 മുതൽ എൽ ബൈ 2 വരെ. കാരണം യു ഓഫ് എക്സ് മൈനസ് എൽ ബൈ 2 എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എൽ ബൈ 2 വരെ ഒരു കേസായിട്ടും എൽ ബൈ 2 മുതൽ എൽ വരെയാണ് ഈ ടേം എക്സിസ്റ്റ് ചെയ്യുക. എൽ ബൈ 2 വരെ അത് 0 ആയിട്ട് പോകും. അതുകൊണ്ടാണ് ആ കേസിൽ ആ ടേം എഴുതാതിരുന്നത്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷനായിട്ട് കമ്പയർ ചെയ്താൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ആ 2 ബൗണ്ടറി കണ്ടീഷൻസ് യൂസ് ചെയ്യാം. യൂസിങ് ദി ഗിവൺ ബൗണ്ടറി കണ്ടീഷൻസ്. ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഓഫ് എല്ലും y ഡാഷ് ഓഫ് എല്ലും 0 ആണ് എന്നുള്ളതാണ്. എക്സിന് എല്ല് കൊടുക്കുക, അപ്പം വൈയും 0 ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട് അതിൽ എക്സിന് എല്ല് കൊടുത്താൽ അതും 0 ആണ് എന്നുള്ളതാണ് ബൗണ്ടറി കണ്ടീഷൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതിലാണ് കൊടുക്കേണ്ടത്, ഈ രണ്ടാമത് എഴുതിയതിൽ. കാരണം ഈ കേസിലാണല്ലോ എല്ലിൻ്റെ ആ ഒരു റേഞ്ചിലേക്ക് വരുന്നത്. ഇവിടെ 0 മുതൽ എൽ ബൈ 2 വരെ ഉള്ളൂ എന്തായാലും എക്സിൻ്റെ വാല്യൂ. എക്സ് ഈക്വൽ ടു എൽ എന്നാണ് നമുക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇത് മാത്രം എടുത്താൽ മതി. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ടേം മാത്രം എഴുതിയിട്ട് അതിൽ എക്സിന് എൽ എഴുതുക. അപ്പോൾ കറസ്പോണ്ടിങ്ങിൽ y ഈക്വൽ ടു 0 ആണ്. 0 ഈക്വൽ ടു C1 എൽ സ്ക്വയർ ബൈ 2 പ്ലസ് C2 എൽ ക്യൂബ് ബൈ 6 പ്ലസ് W ബൈ എ ഇൻറ്റു എൽ മൈനസ് എൽ ബൈ 2 ക്യൂബ് ബൈ 6 എന്ന് വരും. ഒരു ഇക്വേഷൻ കിട്ടും. അതുപോലെ C1 C2 ഒരു ഇക്വേഷൻ കിട്ടും. അതുപോലെ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തതിന് ശേഷം എക്സിന് എൽ എന്ന് കൊടുക്കുക, y ഈക്വൽ ടു 0 എന്ന് എഴുതുക. അപ്പം രണ്ടാമത് മറ്റൊരു ഇക്വേഷൻ കിട്ടും, C1 C2 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇക്വേഷൻ കൂടി കിട്ടും. അത് രണ്ടും തമ്മിൽ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് C1 ഈക്വൽ ടു WI ഡിവൈഡഡ് ബൈ WL എന്നായിരിക്കും. WL ഡിവൈഡഡ് ബൈ EI 8 EI എന്നുണ്ടാവും. C2 കിട്ടുക WL ഡിവൈഡഡ് ബൈ 2 ടൈംസ് EI ഇങ്ങനെ കിട്ടും. ഇത് നെഗറ്റീവ് ആയിരിക്കും. WL ഡിവൈഡഡ് ബൈ മൈനസ് WL ഡിവൈഡഡ് ബൈ 2 ടൈംസ് EI എന്ന് കിട്ടും. ആ C1 C2 ഇതിൽ ഈ രണ്ട് സ്റ്റെപ്പിൽ 2 കേസിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് y ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ അതിൻ്റെ റിക്വയർഡ് സൊല്യൂഷനായി എന്നുള്ളതാണ്. അതാണ് ആ കേസിലെ ബീമിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതായത് ഇമ്പൾസ് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. അത് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ പറഞ്ഞിട്ട് അതിൽ എപ്സിലോൺ ടെൻസ് ടു 0 എന്ന ലിമിറ്റിംഗ് കേസാണ് ഈ ഇമ്പൾസ് ഫംഗ്ഷനായി മാറുന്നത്. അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസായിട്ട് ഡെൽറ്റ ഓഫ് ടി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എപ്പോഴും നമ്മുടെ ഇമ്പൾസ് ഫംഗ്ഷൻ ആയിരിക്കും എന്നുള്ളതാണ്.
പിന്നെ ഇമ്പൾസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, താങ്ക് യു.